മീൻ ഫ്രൈ തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. സ്രാവ് മീനാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് എരിവ് അധികം ആവശ്യമില്ലാത്ത കാരണമാണ് കാശ്മീരി മുളക് ചേർക്കുന്നത്. അപ്പോൾ എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് സാധാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ മീനിലേക്കൊക്കെ മസാല തയ്യാറാക്കുന്ന പോലെ ഇതിലേക്കും ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ രണ്ടും ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കൂടുതൽ ടേസ്റ്റ് കിട്ടാനും അതേപോലെ വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്ക് ചെറുനാരങ്ങയല്ലേ നല്ലത്. അതുകൊണ്ടാണ് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലകളെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ കുരു പെടാതെ ശ്രദ്ധിക്കുന്നുണ്ട്. അഥവാ കുരു പെട്ടിട്ടുണ്ട് നമ്മൾ അതെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ മീനിനൊക്കെ ഒരു കയ്പ്പ് രസം വരും. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീനിലൊക്കെ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്യൽ കഴിഞ്ഞു. അപ്പം മീൻ ഫ്രൈ ചെയ്യാൻ അറിയാത്തവർ ആരും ഉണ്ടായിരിക്കില്ല. അപ്പം ഞാനിത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.